രണ്ടാമത്തെ ദിവസം നമ്മൾ ഇൻക്യുബേറ്റർ തുറക്കാൻ പോവാണ്. തുറന്നോ? അതിൻ്റെ മൂടി എടുത്ത് ഇനിയൊരു കാർപ്പറ്റ് അതിൻ്റെ മേടി വെച്ചിട്ടുണ്ട്, അതെടുത്തു. ഇതാണ് നമ്മൾ ഇൻക്യുബേറ്ററിനകത്ത് ബൾബിട്ടു. ഇനി തുറന്ന് അത് തുറക്കുവാണ്. ഇൻക്യുബേറ്റർ തുറക്കുവാണ്. ഇനി രണ്ടാമത്തെ ദിവസം നമ്മളിനി മുട്ട റൊട്ടേറ്റ് ചെയ്ത് വെക്കുവാണ്. റൊട്ടേറ്റ് ചെയ്യുന്നത് കാണിച്ചിരുന്നത് ഇതാണ്. നമ്മൾ കണ്ടോ, 2 പാത്രത്തിൽ വെള്ളം, ബൾബ്, വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നല്ല എഗ്ഗ് റൊട്ടേറ്റ് ചെയ്യുക. കണ്ടോ? റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെയല്ല, അതായത് പ്രിൻ്റുള്ള എഴുതിയത് മേളിലോട്ടാക്കി ഇങ്ങനെ എല്ലാ മുട്ടയും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. ഒരു ദിവസം 3 പ്രാവശ്യം ഇങ്ങനെ എഗ്ഗ് റൊട്ടേറ്റ് ചെയ്യണം. കണ്ടോ? പല സൈസുള്ള മുട്ടയെ നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. വലിയ മുട്ട, മീഡിയം മുട്ട, സ്മോൾ ചെറിയ മുട്ട, ഇതെല്ലാം ഒരു ദിവസം 3 പ്രാവശ്യം തള്ളക്കോഴി മാറ്റി കൊടുക്കുന്ന പോലെ തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യണം. നല്ല ചൂടുണ്ട് മുട്ടയ്ക്ക്. രണ്ടാമത്തെ ദിവസമാകുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ടത് അധികം ഹ്യൂമിഡിറ്റി കൂടിപ്പോരും. ഒരു 37 ഡിഗ്രി നിർത്തണം. ഉണ്ടോ? നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ തിരിച്ച് വെക്കുവാണ്. രാവിലെ ഒന്ന് തിരിച്ച് റൊട്ടേറ്റ് ചെയ്തായിരുന്നു, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചെയ്ത് ഇനിയിപ്പം വൈറ്റ് ചെയ്യും. കണ്ടോ? രണ്ടാമത്തെ ദിവസം ഇനി ഓരോന്ന് കുഞ്ഞുങ്ങൾക്ക് പരിപാലിക്കുന്ന മുട്ടയ്ക്ക് ചൂട് കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ തള്ളക്കോഴി തന്നെയാണ് ഇത് തിരിച്ച് വെക്കുന്നത്. ഇപ്പോൾ തള്ളക്കോഴി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ തിരിച്ചിങ്ങനെ വെച്ച് കൊടുക്കണം. പൊട്ടാതെ വളരെ സൂക്ഷിച്ച് വേണം ഇത് ചെയ്യാൻ. മുട്ടയ്ക്ക് കേട് പറ്റരുത്. ബൾബിൻ്റെ അടിയിരിക്കുന്നതിന് നല്ല ചൂട് കൂടുതലാണ്. അപ്പം നമുക്ക് ബൾബ് അങ്ങോട്ട് മാറ്റിയിടാം. അപ്പം ചൂട് കിട്ടാത്ത മുട്ടയ്ക്ക് ചൂട് കിട്ടും. ഇന്നലെ ഇത് അടയ്ക്കാൻ നേരത്ത് സൂക്ഷിച്ച് എടുക്കാത്തതുകൊണ്ട് ഒരെണ്ണം ഡാമേജ് ആയിപ്പോയി. സാറിൻ്റെ ബാക്കിയൊക്കെ എല്ലാം ഉണ്ട്. വളരെ സൂക്ഷിച്ച്. ഒരു എഗ്ഗിന് മാത്രം ഒരു ഇത് വന്നിട്ട് ചെറിയ പൊട്ടൽ പോലെ, ക്രാക്ക് പോലെ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല. ചൂട് കൂടിയോണ്ടാണോ എന്നൊരു സംശയമുണ്ട്. കണ്ടോ? എല്ലാം 2 പാത്രത്തിൽ 2 സൈഡിലും വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് പറ്റുന്നുമുണ്ട് കേട്ടോ. റൊട്ടേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 7ാമത്തെ ദിവസം ഇതിനെ ക്യാൻഡിലിങ് ചെയ്യാം. നല്ല ചൂടുണ്ട്. ഈ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഇത് റൊട്ടേറ്റ് ചെയ്യാനാണ്. ഇപ്പം നമ്മൾ എല്ലാം റൊട്ടേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടോ, സ്മോള് ABC കാറ്റഗറൈസേഷൻ ചെയ്ത് എല്ലാം ഇത് തിരിക്കാനുണ്ട്. പതുക്കെ തിരിക്കുന്നു. അപ്പം ഇനി നമുക്ക് ഇന്ന് അടച്ചു വരാം. ഇനി നമ്മൾ വെള്ളമുണ്ട്, വെള്ളമില്ലേ, വെള്ളം ആവശ്യത്തിനുണ്ട്, അതിനകത്തുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ആ ബൾബ് കിടന്നത്. ഇനി നമ്മൾ ബൾബ് കുറച്ച് ഇങ്ങോട്ട് മാറ്റി സെൻറ്ററിലോട്ടാണ്. കാരണം ഈ കിട്ടാത്തതിനൊക്കെ ഇവിടെ ഇത്രയും മതി. അപ്പോൾ അതിന് കിട്ടാതെ പോകരുത്. ഇച്ചിരി ഇങ്ങോട്ട് മാറ്റിയിട്ട് ബൾബ് ഇച്ചിരി ഇങ്ങോട്ട് കോഴി മാറിയിരിക്കുന്നവരെ ബൾബ് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇനി അടയ്ക്കാൻ പോവാണ്. നമ്മുടെ ഇൻക്യുബേറ്റർ അടയ്ക്കാൻ പോവാണ്. അടച്ചു. ഇത് നമുക്കൊരു ടർക്കിയിട്ട് മൂടാം. ഇങ്ങനെ മൂടി ഒരു ഭാരം വെച്ചു. ഓക്കെ. അപ്പോൾ സെക്കൻഡ് ദിവസമാണ് താറാമുട്ട വെച്ചിട്ട്
ഇത് നമുക്ക് 28 ദിവസം കൊണ്ട് വിരിച്ചെടുക്കാം. ഇന്ന് 2-ാമത്തെ ദിവസമാണ്, കുഴപ്പമൊന്നുമില്ല. ഇന്ന് 3 പ്രാവശ്യം നമ്മൾ റൊട്ടേറ്റ് ചെയ്തു.